കർക്കിടകത്തിലെ അടുത്ത സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താളുകറിയാണ്. താളുകറിക്കായിട്ട് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഇതണക്ക് തന്നെ അടിയിൽ ചേമ്പുള്ള ആ ഒരു ചേമ്പുതാളല്ല എടുക്കുന്നത്. ഇത് ചേമ്പുണ്ടാകാത്ത സാധാരണ തോട്ടും കരകളിലോ അത് കണക്ക് തന്നെ പൊതുവെ എവിടെയൊക്കെ വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടോ അവിടെല്ലാം ചിലപ്പോൾ തോടുകളിലോ അത് കണക്ക് തന്നെ നമ്മൾ ഉപയോഗശൂന്യമായിട്ടുള്ള കുളങ്ങളിലോ ഒക്കെ ഈ താള് പിടിക്കാറുണ്ട്, ഈ ചേമ്പ് പിടിക്കാറുണ്ട്. അപ്പോൾ ഈ ചേമ്പിൻ്റെ താള് കൊണ്ടുള്ള താളുകറിയാണ്. കർക്കിടകത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം തന്നെയാണ് താളുകറി എന്ന് പറയുന്നത്. വയറിന് ഏറ്റവും നല്ലതായിട്ടുള്ള, പ്രത്യേകിച്ച് വയറിൻ്റെ ദഹനത്തെ എല്ലാം കൺട്രോൾ ചെയ്യാനും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇരുമ്പ് സത്ത് കൂടുതലാണ്. അതുപോലെ തന്നെ പൊതുവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താളിന് അത് കണക്കാനെ ചൊറിയുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കാനെ ചൊറിയുന്ന എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ചൊറിച്ചിലുണ്ടാവാതിരിക്കാനായിട്ട് എങ്ങനെ താളുകറി നമുക്ക് ചൊറിയാത്ത രീതിയിൽ അത് കണക്ക് തന്നെ പരമ്പരാഗതമായിട്ട് സാധാരണ ചെയ്യുന്ന രീതിയിൽ എങ്ങനെ താളുകറി വെക്കാമെന്നുള്ള റെസിപ്പിയാണ് ഇത് കാണിക്കുന്നത്. സോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ വില്ലേജ് കറീസ്. താളുകറി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് നമുക്ക് വേഗം പോകാം. ഇത് കണ്ടല്ലോ, ഇങ്ങനെ നിൽക്കുന്ന ചേമ്പാണ് ഇങ്ങനെ കൂട്ടമായിട്ട്. ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന ഇല, അതായത് നല്ല തളിരില ആയിട്ട് നിൽക്കുന്ന ആ ഇല വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പോൾ അത് അങ്ങനെ ഒരെണ്ണമാണ് ഈ ഇല. സാധാരണ ചേമ്പ് എടുക്കാൻ പറ്റും, പക്ഷേ ഇതാണ് കൂടുതലായിട്ട് നമ്മൾ കർക്കിടക മാസങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഇതിനാണ് കൂടുതൽ ഔഷധവീര്യമുള്ളത്. ഇപ്പോൾ അതിനൊരു 8-10ഓളം താൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ താൾ എങ്ങനെയാണ് വൃത്തിയാക്കുന്നുള്ള വീഡിയോ ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല, വെറുതെ വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ താളുതോരൻ്റെ റെസിപ്പി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് താൾ എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് എന്നുള്ള കാര്യം. അത്യാവശ്യം നല്ല മൂർച്ചയുള്ളൊരു കത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താള് നല്ലപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അതിൻ്റെ തോല് നല്ലപോലെ നമുക്ക് ചീകിയെടുത്ത് എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഈ കാണിച്ച കണക്ക് തന്നെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. വീഡിയോ ഇപ്പോൾ കാണിച്ച് വീഡിയോ ലെങ്ത് കൂട്ടണമെന്ന് ഓർത്തിട്ടാണ് കാണിക്കാത്തത്. വളരെ ചെറുതായിട്ട് എത്രമാത്രം തിന്നായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും അത്രമാത്രം തിന്നായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. നല്ലപോലെ അതിൻ്റെ തോല് നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും ചീകിയെടുക്കുക. എന്നിട്ട് ഇത് കണക്ക് തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് വേണം നമുക്ക് താളുകറി ഉണ്ടാക്കാനായിട്ട്. ഈ താളെല്ലാം തന്നെ വെള്ളത്തിൽ നല്ലപോലെ കഴുകി വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി ഈ കറിക്കുള്ള തേങ്ങാരപ്പിനായിട്ട് ഒരു അരമുറി തേങ്ങ തിരുമ്മിയത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 8-10ഓളം കുഞ്ഞുള്ളി, ഒരു നുള്ളു ജീരകം, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കടുക്. ഇത് വെള്ളം ചേർത്ത് നല്ലപോലെ നമുക്ക് ആദ്യം തന്നെ അരച്ചു വെക്കണം. ഇതിലേക്ക് ഒരു ചെറിയ ഉണ്ട പുളി വേണം, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ തേങ്ങാരപ്പിൻ്റെ പരുവം. നല്ലപോലെ അരച്ചെടുത്തിരിക്കുന്നതാണിത്. ഇത് കറി വെച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി താളുകറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടൊരു പാത്രത്തിലേക്ക് അത്യാവശ്യം കുറച്ച് വെള്ളം എടുത്ത് വെക്കുക. ഇപ്പോൾ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് എടുത്തിരിക്കുന്ന താള് നമ്മൾ വെള്ളത്തിൽ വേകാൻ നേരത്ത് പെട്ടെന്ന് തന്നെ താഴേക്ക് ഇരിക്കും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ. മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ തേങ്ങാരപ്പിന് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ 1/2 ടീസ്പൂൺ മതി. അത്യാവശ്യം താള് വേകാനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന താളെല്ലാം തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ താള് മുഴുവൻ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് താഴേക്കിരിക്കും. ഇപ്പോൾ ഇവിടെ താള് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, നോക്കി കാണാൻ പറ്റും. നല്ല തിള വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞായിരുന്നു. ഇതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു പുളി. ആ പുളി നന്നായിട്ട് വെള്ളത്തിൽ പിഴിഞ്ഞ് എത്രമാത്രം നമുക്ക് ആ പുളിയിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ വെള്ളം എടുത്ത് അതിൽ നിന്ന് തന്നെ പിന്നെ അതിനകത്തോട്ടേക്ക് വെള്ളം ഒഴിച്ച് കുറച്ചുകൂടെ ചാലിച്ചിട്ട് ആ പുളി ചേർത്ത് കൊടുക്കണം. താളുകറിയുടെ ടേസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട നമ്മളൊരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് പുളി എന്ന് പറയുന്നത്. മാത്രമല്ല പുളിയില്ലാതെ നമുക്ക് താളുകറി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴൊന്നല്ല ഈ താള് കൊണ്ടാണ് കറി വെക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൊറിയും. അപ്പം അങ്ങനെ ചൊറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊരു 10 മിനിറ്റ് നേരത്തെ അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം നല്ലപോലെ താള് വെന്ത് വന്ന് ഇതിലോട്ടൊക്കെയാണ് തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം താളുകറിയിലേക്ക് നല്ലപോലെ തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു തവി കൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഉപ്പുണ്ടോയെന്ന് നോക്കിക്കൊള്ളുക. അപ്പോൾ ആവശ്യമുണ്ടെന്നതിന് മാത്രം നമ്മളിതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി താളിക്കാനുള്ള സാധനങ്ങൾ നമുക്കൊന്ന് എണ്ണയിൽ താളിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനും ചൂടാവട്ടെ. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. വേറെ എണ്ണ ഒന്നും തന്നെ നമ്മൾ താളുകറിക്ക് എടുക്കില്ല. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊട്ടിക്കാനുള്ള കടുക് ഇട്ട് കൊടുക്കുക. ആദ്യം ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ടേക്ക് വറ്റൽമുളകും കൂടെ ചേർക്കണം.
2 3 വറ്റൽമുളക് ചേർക്കാം നമ്മുടെ എരിവിനനുസരിച്ച്. കാരണം ഇവിടെ ആകപ്പാടുള്ള എരിവെന്ന് പറഞ്ഞാൽ നമ്മൾ ചേർത്തിരിക്കുന്ന ആ ഒരു മുളക് പൊടി മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നാടൻ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ അതുകൊണ്ട് നാടൻ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ നാടൻ കറിവേപ്പില ചേർക്കും. ഒന്നും തന്നെ അധികം കരിഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് താള് കറിയാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഒന്നില്ലെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് ഒഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒഴിച്ച് താളിച്ചിട്ട് തിരിച്ച് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ കറിയിലോട്ടേക്ക് തിരിച്ചൊഴിച്ചാലും മതി. അപ്പോൾ ഞാനിപ്പോൾ ആ കറിയിലോട്ടേക്ക് തിരിച്ചൊഴിക്കാനാണ് പോകുന്നത്. താള് കറി റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഞാനിപ്പോൾ ഇതിലേക്ക് തിരിച്ചൊഴിച്ചു. ഓൾറെഡി ഇത് നല്ല രീതിയിൽ വെന്തിരുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് തിരിച്ചൊഴിച്ച്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പഴമക്കാർ പഴഞ്ചൊല്ല് കിട്ടും, തേങ്ങ പത്തരച്ചാലും താളല്ലോ കറിയെന്ന്. എത്ര തേങ്ങ അരിച്ചാലും താളിനകത്ത് കറിക്കാന്നുണ്ടെങ്കിൽ കറി ഇങ്ങനെ ഇരിക്കും, ഒരു വെള്ളമയമായിരിക്കും, അത് കുറേ വരില്ലെന്നാണ് പറയുന്നത്. ഒരു കണക്കിന് എനിക്ക് സത്യവാൻ തോന്നിയിട്ടുണ്ട്. വളരെ ടേസ്റ്റായിട്ട് കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട ഏറ്റവും നല്ല കറി തന്നെയാണ് താള് കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. വില്ലേജ് കറി എന്നുള്ള ചാനൽ കാണുന്ന പുതിയ യുവറാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യുക. പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. തൽക്കാലമേ ഗുഡ് ബൈ.